ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയാൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചെങ്കിലും ആ സംഘടനയുടെ അനുഭാവികൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറസാന്നിധ്യമാണ്. അവരുടെ ആശയങ്ങളെ അത്ര പെട്ടെന്നൊന്നും ആർക്കും ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. വലിയ ചങ്ങലയാണ് അവർ. കുറച്ച് നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയോ അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയോ സംഘടന നിരോധിക്കുകയോ ഫീസുകൾ അടച്ചു പൂട്ടുകയോ ചെയ്തെന്ന് കരുതി ഇതങ്ങനെ അങ്ങ് അവസാനിക്കുന്ന പ്രസ്ഥാനമല്ല. അവർ അതീവ രഹസ്യമായി അവരുടെ പരിപാടികൾ, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. സോഷ്യൽ മീഡിയകളിൽ അവർ സജീവമായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ അത് കണ്ടെടുത്ത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു സംഘടനയെ നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് നിന്ന് അവരുടെ ഇസ്ലാമിക രാജ്യം എന്ന അജണ്ട ഇല്ലാതാക്കുന്നില്ല. അതിൻ്റെ മറ്റൊരു പോഷക ഘടകമായി ഇതാ മെഗ്7 ഉയർന്നു വരുന്നു. ആദ്യം മെഗ്7 പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നും അവരാണിതിൻ്റെ പിന്നിലെന്നും നിരോധിക്കപ്പെട്ട സിമിയുടെയും നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിലുള്ള NDF എന്ന സംഘടനയുടെയും അനുഭാവികളും നേതാക്കളുമാണ് ഇതിൻ്റെ പിന്നിലെന്നും കൃത്യമായ രൂപത്തിൽ CPM-ഉം പിന്നെ AP വിഭാഗത്തിൻ്റെ സുന്നി നേതാക്കളും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേതാണ്ട് സത്യമായി കൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കാണിപ്പോൾ മെഗ്7 സംഭവിക്കുന്നത്. 14ഓളം MLA-മാരടക്കം മെഗ്7 എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായ വസ്തുത. 100 കണക്കിന് ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും വന്ന് ഈ വ്യായാമ മുറകൾ പരിശീലിച്ചപ്പോൾ ഇപ്പോൾ അത് 20 പേരിലും കുറഞ്ഞു. അത്രയ്ക്ക് ആളുകൾ ഈ ഒരു പേര് ഭയപ്പെടുന്നു. നാളെ നമ്മളും ഇവരുടെ സംശയത്തിൻ്റെ നിഴലിലായാലോ എന്ന് ഭയന്ന് പലരും ഇപ്പോൾ പോകാതെയായിരിക്കും. സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മെഗ്7 അധികൃതർക്ക് നൽകാനുള്ള ഒരു വിശദീകരണം എന്നൊക്കെ നമുക്ക് നോക്കണം. മാതൃഭൂമി ന്യൂസ് തന്നെയാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും. ഈ ആരോപണങ്ങളൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മെഗ്7 രംഗത്ത് വരുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്? മെഗ്7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ CPM-ഉം കാന്തപുരം വിഭാഗവും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മെഗ്7 അധികൃതർക്ക് നൽകാനുള്ള ഒരു വിശദീകരണം എന്നൊക്കെ നമുക്ക് നോക്കണം. മാതൃഭൂമി ന്യൂസ് തന്നെയാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും. ഈ ആരോപണങ്ങളൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മെഗ്7 രംഗത്ത് വരുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിഥികളിലേക്ക് തന്നെ പോകാം. തീർച്ചയായും മെഗ്7 അംബാസിഡർ ബാബ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബാബ അറക്കൽ, വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായി വരികയാണ്. മെഗ്7 ഉണ്ടായിട്ട് കുറച്ച് കാലമായി, പക്ഷെ ഇപ്പോഴാണ് ഇത്രമാത്രം വിവാദങ്ങൾ. രണ്ട് ഭാഗവും നമുക്ക് കേൾക്കണമല്ലോ. വിമർശനങ്ങൾ ഉന്നയിച്ച AP വിഭാഗത്തിന്റെയും CPM-ന്റെയും നിലപാടുകൾ നമ്മൾ കേട്ടു. പക്ഷെ ഇതിന്റെ അനുഭാവികളും പറയട്ടെ. എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്നത് എന്താണ് മെഗ്7, എന്താണ് ഉദ്ദേശം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ മെഗ്7? നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വ്യായാമ മുറകൊണ്ട് മെഗ്7 എന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ, അതായത് യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും അടങ്ങിയ, അതായത് 7 ഇനം വ്യായാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 21 വ്യായാമങ്ങളെ, ലളിത വ്യായാമങ്ങളെ 21 മിനിറ്റ് സമയം കൊണ്ട് 6 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതാണ് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ്. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ജീവിതം, പാരാമിലിറ്ററി സർവീസിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു 2010. പിന്നീട് 2 വർഷം പല റിസർച്ചുകളും ചെയ്തു. ട്രഡീഷണൽ യോഗയിലേക്ക് കുറേ ആളുകളെ ആകർഷിക്കാൻ നോക്കി. അദ്ദേഹം അതിൻ്റെ ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ല. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ച വേളയിൽ ഇതിനൊരു അറുതി വരുത്തുകയും നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് 10 വർഷം നീണ്ട അദ്ദേഹം ഈ ഓരോ വ്യായാമങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഗ്രാമത്തിലുള്ള ആളുകളും ചേർന്ന് 10 വർഷം ഇതിനെ നിരന്തര നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നും ഒരുപാട് പോസിറ്റീവായുള്ള റിസൾട്ടുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കൊണ്ടോട്ടിയുടെ പരിസരത്തേക്ക്, പിന്നെ എൻ്റെ നാടായ പെരുവള്ളൂരിലേക്ക് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ഒരു അലുമിനി മീറ്റിൽ വെച്ച്, EMEA കോളേജിയുടെ അലുമിനി മീറ്റിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് KT മുസ്തഫ ഇങ്ങനെ ഓരോരുത്തരുടെ അച്ചീവ്മെൻറ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു സംഭവമുണ്ട്, സമൂഹത്തിലെ നാനാജാതി മതക്കാരും ചെറുപ്പവൽപ്പമില്ലാതെ എല്ലാ പ്രൊഫൈലുള്ള ആളുകളും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഒരു വ്യായാമം കൂടി ആളുകൾക്ക് കിട്ടുന്ന ചെറിയ സമയത്ത് ആരോഗ്യം സംരക്ഷിക്കാവുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കുകയും ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ സുഹൃത്ത് ശിവാനന്ദൻ, അങ്ങനെ കുറേ പേര് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട്, ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും
ഇതിന്റെ ഒരു ബ്രാഞ്ച് പെരുവള്ളൂരിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ റിസൾട്ടും ഇതിന്റെ ഒരു സിസ്റ്റം, അതായത് വ്യായാമം അത്യാവശ്യമാണെന്ന് അറിയുമെങ്കിലും ആളുകൾ ഇതിലേക്ക് കടന്നു വരാൻ മടിക്കുമല്ലോ, വ്യായാമം ചെയ്യാൻ മടിക്കും. പക്ഷേ ഒരുമിച്ച് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു സിസ്റ്റം ആയപ്പോൾ പെട്ടെന്ന് പരിസര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ 150ഉം 200ഉം ഒക്കെ കടന്നപ്പോൾ അതിന്റെ ഈ വന്ന ആളുകൾ തന്നെ അതിന്റെ പരിസരങ്ങളിലേക്കൊക്കെ ഇതിനെ ഇങ്ങനെ വ്യാപിപ്പിച്ചു. അപ്പോൾ സലാഹുദ്ദീൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്കിപ്പോൾ ഇനി ഇതിനെ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്നു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സൗജന്യമായി നമുക്കിത് നാടിന് സമർപ്പിക്കാം, എനിക്ക് സാമ്പത്തിക നേട്ടമൊന്നും ആവശ്യമില്ല, നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാം. ലോകത്തെ ജനങ്ങൾക്ക് ഈ തിരക്കേറിയ ജീവിത രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാനും ജീവിതശൈലി രോഗങ്ങൾ നേരിടാനും അങ്ങനെ സമർപ്പിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് അങ്ങനെ ആളുകൾ വരികയും അതിന്റെ പരിസരത്തിലേക്ക് വ്യാപിച്ച് അങ്ങനെ വന്നവർ മൗത്ത് പബ്ലിസിറ്റി. പിന്നെ ഇതിന്റെ ഫീഡ്ബാക്സ് ഫേസ്ബുക്ക്, വാട്സപ്പ്, അതേപോലെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പലരും ഫീഡ്ബാക്കുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ പലർക്കും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ മലബാർ മേഖലകൾ കേന്ദ്രീകരിച്ച ആയിരക്കണക്കിന് ബ്രാഞ്ചുകളായിട്ട് വളരുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ പേര് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് ഒരിടത്തു കൂടുമ്പോൾ അതിനെ സംശയത്തിന്റെ നിഴലിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? ബാബു, ഈ പ്രശ്നം പറയുമ്പോൾ മോഹനനെ ആർഎസ്എസുമായി കൂട്ടിച്ചേർക്കുകയാണ്. കൃത്യമായി ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം എന്താണ്? മുസ്ലിം മതവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മെക്സവിന്റെ പ്രവർത്തനങ്ങൾ വരുന്നു. അതിനെ കൃത്യമായി തടയിടേണ്ടത് അനിവാര്യമാണ് എന്നാണ് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് തന്നെ ഉയരുന്ന ആശങ്ക. ഒപ്പം CPM ഇത് പറഞ്ഞു വെക്കുന്നതിൽ വേറെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും ഉണ്ട്. ഉല്ലാസ് ബാബു. അല്ല, ഈ മതേതരവാദം ഞങ്ങളുടെ അജണ്ടയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തട്ടിപ്പായിരുന്നു അവർ ഇത്ര നാൾ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഇപ്പൊ പരസ്യമായിട്ട് അവർ അതല്ല എന്ന് കാണിക്കുന്നു മുസ്ലിം ലീഗ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്താണ് പറഞ്ഞത്? മോഹനൻ മാഷ് RSSന്റെ കാര്യവാഹകമായിട്ട് സംസാരിക്കുന്നു, പിണറായി വിജയൻ RSSന്റെ കാര്യവാഹകമായിട്ട് സംസാരിക്കുന്നു. മോഹനൻ മാഷ് പിണറായി വിജയനും CPM കോൺഗ്രസിലേക്ക് ഒന്ന് മാറ്റി നിർത്തുന്നേ. ബഹുമാനായ മുസ്ലിം ലീഗിന്റെ നേതാവേ, നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം വിശ്വാസികളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്ന് പ്രഖ്യാപിച്ച SYSന്റെ ആളുകളെയും സുന്നി വിഭാഗത്തിന്റെ ആളുകളെയും ഒക്കെ കൃത്യമായിട്ട് നട്ടലുണ്ടെങ്കിൽ അവരാണ് കാര്യവാഹകം. അവരെ പോയി നിങ്ങൾ വിളിക്കൂലവര്. ഇവരപ്പോ അവിടെ സെലക്ടീവ് പൊളിറ്റിക്സ് ആണ്. എന്താ? മോഹനനെ അവർക്ക് കാര്യവാഹകം എന്ന് വിളിക്കാം, വിജയനെ അവർക്ക് കാര്യവാഹകം എന്ന് വിളിക്കാം. അപ്പൊ ഇവര് ഈ ഉന്നയിച്ച ഏറ്റവും വിഷയം ഉന്നയിച്ച ആളുകൾ, ഈ വിഷയത്തെ കൃത്യമായിട്ട് പഠിക്കണമെന്നും അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആളുകൾ, ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ തട്ടിപ്പിന്റെ പുറകെ പോകരുത് എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തികളെ ഇവർക്ക് വിളിക്കാൻ തോന്നില്ല. കാരണം എന്താ അറിയോ? അതിനകത്ത് കൃത്യമായിട്ട് ഇവർക്ക് രാഷ്ട്രീയമുണ്ട്, സെലക്ടീവ് സ്വഭാവമുണ്ട്. നമ്മൾ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നീലിമ, ഇവരുടെ ഉള്ളിൽ ഇവർ രണ്ട് വിഭാഗമായി. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറഞ്ഞതിന് ET എന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇടയിൽ നിന്ന് വന്ന് തിരുത്തി പറഞ്ഞത്. എന്തിന്റെ വിഷയത്തിൽ? മുനമ്പത്തിൽ വഖഫ് ഭൂമി വിഷയത്തിൽ വഖഫല്ല എന്നുള്ള വാദം കൊണ്ടുവന്ന സമയത്ത് അത് പറയാൻ ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും സമസ്തയും ഒന്നും പറയുന്നതല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ETയും അതുപോലെ തന്നെ മുനീറും അടങ്ങുന്ന ഒരു വിഭാഗം രൂപീകരിക്കപ്പെട്ട് അതിനകത്തൊരു വിഭാഗം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു 4 ദിവസം മുൻപേ കണ്ടതുപോലെ ചർച്ച ചെയ്തുമാണ്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിനകത്തും മെക് ഗ്രൂപ്പ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതിനകത്തും തീവ്രവാദ സ്വഭാവം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വിഭാഗം ഉണ്ടാകുന്നു. മുസ്ലിം ലീഗിനകത്തും MEC7 എന്ന ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആയിരിക്കുന്നു. മുസ്ലിങ്ങളെ സംഘടിക്കുക, അവരെ സംഘടിപ്പിക്കുക, അവരെ സംഘടിതരാക്കുക, ശക്തരാക്കുക, ആരോഗ്യമുള്ളവരാക്കി മാറ്റുക. എന്നിട്ട് വേണം അടുത്ത ഓരോരോ അജണ്ടകളാക്കി നടപ്പിലാക്കാൻ. ഈ രാജ്യത്ത് ആ രൂപത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകളെ സംശയത്തിൻ്റെ നിഴലിൽ വീക്ഷിക്കുന്നത്. ആദ്യം മോഹനനാണ്, CPIMന്റെ ഭാരവാഹിയായ മോഹനനാണ് ഈ വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹത്തിന് മറുപടി പറയണം. അത് കഴിഞ്ഞിട്ടാണ് AP വിഭാഗത്തിന്റെ സുന്നി വിഭാഗം ഇതേ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഊന്നി പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചത്. അവർക്ക് മറുപടി പറയേണ്ടതിന് പകരം സത്യം പറയുകയോ ദേശീയ താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ വിമർശിക്കുകയോ ചെയ്യുന്ന എല്ലാവരെയും സംഘികളാക്കി RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയാൽ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി സാഹിബ്. ഇനി ആരും പേടിക്കില്ല. നന്ദി.